വിശക്കുന്നു മക്കളെ. എടി അമ്മ എടുത്ത് പോയി ചോദിക്ക്, ഇവിടെ കഴിക്കാൻ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പോയി ചോദിച്ചേ. വിശക്കുന്നു. അമ്മ അപ്പൊ ഒഴിച്ച് ചോറ് റെഡി ആയോന്ന്? നിന്റെ അപ്പന്റെ അടുത്ത് പറ, ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്, വേണേ വന്ന് എടുത്ത് കഴിക്കാം. വിളമ്പി തരാനൊന്നും ഇവിടെ ആരും ഇല്ലെന്ന് പ്രത്യേകം പറയണം കേട്ടോ. അപ്പേ അമ്മ പറഞ്ഞ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പ വേണേ വിളമ്പി കഴിക്കാൻ. ഞാൻ വിളമ്പി കഴിച്ചോളാം, വിളമ്പി കഴിച്ചോളാം പറഞ്ഞു. അപ്പ എടുത്ത് കഴിച്ചോളാന്ന് പറഞ്ഞു. എടി ഇവർ രണ്ടുപേരുടെ പിണക്കം മാറ്റിയില്ലെങ്കിലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടേണ്ടി വരും. നിന്റെ വല്ല ഐഡിയ ഉണ്ടോ? ഐഡിയ ഓക്കെ. അപ്പേ അമ്മ പറഞ്ഞേ അമ്മയ്ക്ക് എങ്ങനെ പിണക്കൊന്നുമില്ല, അപ്പ എന്ന് നോക്കി ചിരിച്ചാ തിരുന്ന പിണക്കേ ഉള്ളൂ. അമ്മ അങ്ങനെ പറഞ്ഞോ? അമ്മ അപ്പ പറഞ്ഞേ അപ്പയ്ക്ക് എങ്ങനെ പിണക്കൊന്നുമില്ല, അമ്മ ഒന്ന് നോക്കി ചിരിച്ചാ തിരുന്ന പിണക്കേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞോ? ഇതോടെ ആക്കിച്ചിരിക്കുന്നേ നീ? ഇയാളല്ലോടോ എന്റെ അടുത്ത് വന്നോട്ട് ആക്കിച്ചിരിക്കുന്നത്. അയ്യോ, നീയല്ലേ പിള്ളേരെ പറഞ്ഞു വിട്ടത്, നിന്നെ വന്നൊന്ന് ചിരിച്ചു കാണിച്ചാൽ നിന്റെ പിണക്കം അങ്ങ് തീരുമെന്നുള്ളത്. അത് കൊള്ളാം, ഞാൻ പറഞ്ഞിട്ടുണ്ടോ പിള്ളേരെ? ഇയാളല്ലോടോ പിള്ളേരെ പറഞ്ഞു വിട്ട് ഒന്ന് ചിരിച്ചു കാണിച്ചാൽ മതി, അപ്പയുടെ പിണക്കം മാറുമെന്ന് പറഞ്ഞു. അയ്യേ, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ പിള്ളേരെ ഞാൻ പറഞ്ഞു വിട്ട് നിന്റെ അടുത്ത് പിണക്കം മാറ്റാനോ? അയ്യോ, എനിക്കെന്നാ മെനിങ്ങാന്നേ അതിന്റെ ആവശ്യമില്ല, ഇയാൾക്ക് ആവശ്യമില്ലെന്ന്. എനിക്ക് സ്വത്താന്നെങ്കിലും കിട്ടി ഇയാളോട് മിണ്ടിയില്ലെങ്കിൽ. അയ്യോ, നീ മിണ്ടാതിരിക്കുന്നുണ്ട് എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു 2 ദിവസമായിട്ട്. നീ മിണ്ടണ്ട, നീ മിണ്ടാതങ്ങ് ഇരിക്കാമോ? എടി നാണം കൊണ്ടോടി നിനക്ക്. പിള്ളേരെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് താന്ന് വന്നപ്പോഴത്തേന് നീ അങ്ങ് കൊമ്പത്ത് കയറിയിരിക്കുന്നു. ഇനി ഞാൻ വരത്തില്ല, ഇനി ഞാൻ വരത്തില്ല. അയ്യേ, ഇതിപ്പോ പിണക്കം മാറ്റാൻ പോയിട്ട് പൊരിഞ്ഞ് അടിയാവാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അയ്യോ.